സൂക്ഷിച്ച് അവിടെ തേച്ചോ. അമർത്തി തേക്കണ്ടട്ടാ ഏപ്പടാ. ഞാനൊന്നും ചെയ്യുന്നില്ലേ അണ്ണാ. നിങ്ങളെ തങ്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടേ സുധി, നീ അവളെ ഒന്ന് മാറി നിന്ന് നോക്ക്. എന്റെ മാമന്റെ മോളായതുകൊണ്ട് പൊക്കി പറയല്ല. മത്തങ്ങ പോലത്തെ ഒരു മോന്ത, രണ്ടുണ്ട കണ്ണ്, പേരിനൊരു മൂക്ക്, മത്തങ്ങല്ലെന്ന് അറിയിക്കാൻ കുറെ മുടി, കൊടിമരം പോലൊരു പെണ്ണ്, ചൊറിയണം തേച്ച പോലത്തെ ഒരു തന്തേ, എന്റെ ഒരേ ഒരു മാമൻ. പിന്നെ മുറപ്പെണ്ണ കിട്ടുന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തില്. ഇത് ഡോൾബി ഡീറ്റെയിൽസിന്റെ കാലാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നാളെ തങ്കിയുടെ പിറന്നാളാ. അവള് നാളെ നിങ്ങൾക്കായിട്ട് ഊണൊരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവിടെ വന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് തങ്കിയ. പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന പണക്കാരി പെണ്ണൊക്കെ അങ്ങ് സിനിമയില്. എടേ സുധി, നിനക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ കേട്ടോ. കരിഷ്മയ്ക്ക് ശിവൻകുട്ടിയെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് അവളിതാ ഈ ഫോണിൽ വിളിച്ചിരിക്കും. സമ്മതിച്ചാ? എപ്പ സമ്മതിച്ചും ചോദിച്ചാ പോരെ. 1 2 3 4 ഒന്ന് പതുക്കണടേ, ഫോണിനകത്ത് വരണ്ടേ. ശരി, 1 2 3 4 5 3 കഴിഞ്ഞാ നീ എത്ര എണ്ണിയത്? 4 4 5 1 മുതൽ 10 വരെ കറക്റ്റായിട്ട് എണ്ണമെങ്കിൽ എണ്ണിയതില്ലെങ്കിൽ ഞാൻ കളിന്ന് മാറും. ശരി. 1 നാറ്റിക്കല്ലേ, ഒരു ആവേശത്തിന് പറഞ്ഞതാ. 5 6 7 തെറ്റിക്കാതെ എണ്ണടേ. എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങളിപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞ പെണ്ണെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. 9:45. അതെ, ഉറപ്പിക്കാവല്ലേ? ഇതാ ഉറപ്പിക്കാണ്. നീ നമ്മളെ പോലല്ല, ഡിഗ്രി എടുത്ത സാറല്ലേ. ഇതോ വായി. കരിഷ്മ കോളിംഗ്. ആരാ? കരിഷ്മ. ആ, കരിഷ്മ. ഹലോ. ആ കരി, ഞാനാ ശിവേട്ടനാ. ആ, എന്നിട്ട് എവിടെ നിക്കണത്? ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. ഉണ്ട്. അവിടെ ഉണ്ട്. ടെറസാണോ? ശിവേട്ടന് ഞാൻ തോൽക്കുന്നത് ഇഷ്ടമാണോ? തോൽക്കേ? എന്താ, എന്തു പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയാ. ഒരു വസ്തു അറിയില്ല. ഈ എക്സാമിന് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശിവേട്ടാ. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പോട പട്ടി. ഹലോ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. ശിവേട്ടനല്ലേ പറയണത്? ശിവേട്ടാ, ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തുള്ള പ്രൊഫസർ വസുമതി ഭാർഗവന്റെ വീട്ടിൽ നിന്ന് ഒരു ചോദ്യപേപ്പർ മോഷ്ടിക്കണം. സാധിക്കോ? ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ശരി. നിങ്ങൾ തങ്കിയെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാണല്ല. ആഹാ. അസലും മെഴുക്കുരട്ടി, ചമ്മന്തി ഗംഭീരം, കിടിലൻ സാമ്പാർ, ഇടിവെട്ട് അച്ചാറ്. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ടാ മാമ? ഓ, ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ഭാഗ്യ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കെട്ട സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എന്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. 10ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ ഇവന്റെ അടുത്താ. ഉള്ള ചുമര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല, ഇവിടെ തങ്ങീന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവിടെ വന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാൻ സമ്മതിക്കൂലെന്ന്. അവൻ കൈന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേറ്റിട്ട് പറയട്ടാ. എനിക്കാണോ നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയതേ നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും. അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കാണോ? എടാ, എനിക്ക്
ഇതിനകത്തുനിന്നാ അതിന് ഞാനെന്ത് വേണം? ഫോൺ. ഓ, ഹലോ. എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്. 2.25 ലക്ഷം ഇവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ് ജാങ്കോ. സ്ട്രോങ് വിട്. പറഞ്ഞത് കേട്ടാ? ഓ, എന്തിനാണ് അവനിട്ടിങ്ങനെ അടിക്കണത്? ഇപ്പൊ തന്നെ അവനൊരു 4 ആളുടെ പണി എടുക്കില്ല. അതിന് 8 പേർക്കുള്ളത് അവൻ ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് ദണ്ണമാണ് നീ സത്യാഗ്രഹി വരട്ടെ. സാറിനൊരു സർബത്തുണ്ടോടെ? വരത്തന്മാര് കൊത്തി കൊത്തി മുറത്തി കയറി അല്ലേടേ മാരി. ആരടാ വരത്തൻ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്, അല്ലാതെ ഈ തവളയുടേതല്ല. ഒരുത്തന്മാര് പോലും ഒരുത്തന്മാര്. സിനിമാ നടൻ വരണം. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളൂടാ. അന്നാ ഒരു സ്ട്രോങ് ടീ. എടാ കുടുംബാറേ, നീ എന്താ വായു കുടിക്കണ ബിസിനസിന് പോയണ? പോടെ ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവൻ എടുത്ത് ഹിറ്റാക്കിയ ആളാ. ഈ അങ്ങനെ കുഴപ്പത്തിലാക്കുക. അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളം എടുത്ത് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്നെന്ന് നീ ലാൽ ജോസിനോട് പറ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കും കാണാൻ ഒരു ചായ. സർവത്ത് എന്തോടാ ഇതിന് ഉപ്പ് രസം? അവന്റെ കണ്ണീരിന്റെ ഇരിക്കും. നീ പോടാ. 2 കൂട്ടം കൊടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്നാ ഒരു സോങ്ങും കൂടി കൊടുക്കണം. എന്തോ നന്നാ, എത്ര നേരം. ജാങ്കോ, നീ ഒറ്റ ഒരുത്തിനെ എങ്ങനെ വഷളാക്കണ? നീ പോടെ. വിട്ടുകളടാ. അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവൻ പഠിക്കല്ലേ. നീ +1 അല്ലേ? പോയി നന്നായിട്ട് പടി, എന്നിട്ട് വേണം ഈ പ്രതിഭ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോയി നിർത്തിയാൽ മതി. അല്ല, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി നീ പോ. കാര്യങ്ങളൊക്കെ എന്തായി? അണ്ണാ പ്ലാനിങ് ഒക്കെ കട വെച്ചിട്ട് പറയാം. പശോട്ടുള്ളതാ. കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അന്തിയായിരിക്കും കേട്ടാ. ഇത് മുതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലിൽ. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ ആരെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല, അതും സർബത്തിലൊഴിച്ച്. അണ്ണനെങ്ങനെ കണ്ട് ഇന്റെ ജാങ്കോക്ക് 1000 തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണാ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റ് നാട്ടുകാരടുത്ത് കൈവയ്ക്കും. എന്നാ പറ. പട്ടിയണ്ട പട്ടിയും കൊണ്ട് കിടക്കാൻ ഞാൻ എന്താ CID മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടായിരുന്നു. വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്താ. അല്ല, കരി. ഇങ്ങനെന്തൊരു വലിയേക്കാൻ പോണ ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല. പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ.